ഹായ്, ഷെഫ് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലമൊക്കെയല്ലേ, ഊത്തൽ പിടിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കൊരു മീൻകൂട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കൂടുണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പനയുടെ ഈർക്കിളിയും കയറും കമ്പിയും ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ നമുക്ക് ശീമയില്ലി ഉപയോഗിച്ചും കമ്പി ഉപയോഗിച്ചും ഈ കൂടുണ്ടാക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഈ ഈർക്കിളി കയർ ഉപയോഗിച്ച് മെടഞ്ഞെടുക്കണം. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. മെടഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ 2 എണ്ണമാണ് നമുക്ക് മെടഞ്ഞെടുക്കേണ്ടത്. ഒന്ന് പുറംകൂടിനും ഒന്ന് വാക്കൂടിനും. ഇതുപോലെയാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പുറംകൂടി ഇരിക്കുന്നത്. പുറംകൂടി നെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് കമ്പി റിങ് പോലെ ആക്കിയിട്ട് ഇറക്കി ബലം കെട്ടാനായിട്ട് കയർ ഉപയോഗിച്ച് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇതുപോലെയാണ് നമ്മളിതിൻ്റെ വാക്കൂട് നിർമ്മിക്കുന്നത്. ഇതുപോലെ കമ്പി വെച്ച് കെട്ടി റൗണ്ടിലല്ല നമ്മളിത് ചെയ്യുന്നത്. മുറം പോലെ തോന്നുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. മുറം പോലത്തെ വാക്കൂട് എന്നാണ് നമ്മളിതിന് പറയുന്നത്. മുകളിൽ നമ്മൾ കമ്പി വെച്ച് കെട്ടി കഴിഞ്ഞു. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ റാ പോലെ ഒരു കഷ്ണം കമ്പി വെച്ച് നീളത്തിൽ കെട്ടിയെടുക്കണം. സെൻറ്ററിൽ കെട്ടിക്കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കമ്പി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കൂട് വളച്ചെടുക്കണം. ഇതുപോലെ ആണ് നമ്മളിത് വളയ്ക്കേണ്ടത്. വളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്കിത് കൈകൊണ്ട് പെട്ടെന്ന് വളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കാല് ഒത്തിരി ബലമുള്ള കമ്പി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കാല് വെച്ച് ചവിട്ടിയാണെങ്കിൽ നമുക്കതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് കയറുപയോഗിച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് കെട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, ഈ ഈർക്കിലേക്ക് 2 സൈഡിലേക്ക് നിൽക്കുന്നത്. ഈ 2 സൈഡിലേക്കും ഇതിന് വളച്ച് പതുക്കെ കെട്ടിക്കൊടുത്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന ഈർക്കിലെല്ലാം നമുക്കിനി ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് ഈ വാക്കൂടിൻ്റെ അറ്റത്ത് കയർ ഉപയോഗിച്ച് ഇതുപോലെ ചേർത്ത് കെട്ടാം. അതിന് ചേർത്ത് കെട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഏകദേശം പണി പൂർത്തിയായിരിക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വാക്കൂടി ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ 2 കൂടിൻ്റെയും പണി പൂർത്തിയായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുറംകൂടിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വാക്കൂട് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അത് വള്ളിയോ കയറോ ഉപയോഗിച്ച് ചുറ്റിനും കെട്ടി കൊടുക്കണം. ഇപ്പം നമ്മുടെ കൂടിൻ്റെ പണി പൂർത്തിയായേക്കണതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എല്ലാ പണിയും പൂർത്തിയായി. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കൂടിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കൂട് ഉപയോഗിച്ച് എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.